ഹായ് ഫ്രണ്ട്സ്, ആർട്ടോലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീ പി ജി ദിനേഷ്, ഐ എം ഫൈൻ ആർട്ടിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് പെർസ്പെക്റ്റീവ് എന്നും അത് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെർസ്പെക്റ്റീവിൻ്റെ വീഡിയോസ് 2 പാർട്ടുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്താണ് പെർസ്പെക്റ്റീവ്? ഒരു 2 ഡയമെൻഷണൽ സർഫേസിൽ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആർട്ട്, അവയുടെ ഉയരം, വീതി, ആഴം, സ്ഥാനം എന്നിവയെക്കുറിച്ച് ശരിയായ ധാരണ നൽകുന്ന ഡ്രോയിങ്ങിനെയാണ് പെർസ്പെക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വ്യൂ ഓഫ് ഒബ്ജക്ട്സ്. പെർസ്പെക്റ്റീവാണ് ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഡ്രോയിങ്ങിനെ 3 ഡയമെൻഷണൽ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഘടകം. എങ്ങനെ വളരെ ഈസി ആയിട്ട് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ചെയ്യാം എന്നുള്ളത് ഞാനിവിടെ വിശദീകരിക്കാം. ആദ്യം നമുക്ക് ഒരു ഹൈ ലെവൽ ലൈൻ വരച്ചെടുക്കാം. അതിനുശേഷം ഒരു വാനിഷിംഗ് പോയിൻ്റ് അടയാളപ്പെടുത്തണം. ഞാൻ റൈറ്റ് സൈഡിലും ഒരെണ്ണം അടയാളപ്പെടുത്തുന്നു, ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ വാനിഷിംഗ് പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു. ഈ ഐ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ, ഉദാഹരണത്തിന് നമ്മളൊരു ബീച്ചിലാണ് നിൽക്കുന്നതെങ്കിൽ കടലിൻ്റെ കാഴ്ച അവസാനിക്കുന്ന ഒരു പരിധിയുണ്ടല്ലോ, അതൊരു രേഖ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഹൈ ലെവൽ ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാനിഷിംഗ് പോയിൻ്റ് 2 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എൻലാർജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ലൈൻ ഞാനിവിടെ നിന്ന് വരയ്ക്കും. അതുപോലെ തന്നെ വേറൊരു ലൈനും ഞാനിവിടെ വരയ്ക്കുന്നു. അതിന് താഴെയായിട്ട് വീണ്ടും ഒരു ലൈൻ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ വാനിഷിംഗ് പോയിൻറ്റിന് എതിരായിട്ട് അതേപോലെ തന്നെ രേഖകൾ വരച്ചെടുക്കുന്നു. ഇനി ഈ രേഖകൾ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ് ഞാനത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരയ്ക്കുന്നു, സ്ട്രൈറ്റായിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു രേഖ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് വരച്ചതുകൊണ്ടാണ് അത്രയും പെർഫെക്റ്റ് ആവാഞ്ഞത്. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ബോക്സ് ഷേപ്പ് നമുക്ക് ലഭിച്ചു. ഇതാണ് ഈ ബോക്സിൻ്റെ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. ഇനി നമുക്ക് ഇതിപ്പോൾ നമ്മുടെ ഐ ലെവലിൻ്റെ താഴെയാണ് ഈ ബോക്സ് ഇരിക്കുന്നത്. ഇനി അത് കുറച്ചുകൂടെ
മുകളിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വീണ്ടും ഒരു നേർരേഖ വരയ്ക്കുക. ഐ ലെവൽ 9 വീണ്ടും അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഭാഗമുണ്ടല്ലോ, മുന്നിൽ ഈ ഫസ്റ്റ് കാണുന്ന ഇത്രയും ഏരിയ, ആ ഏരിയയുടെ വീതി ഞാനിവിടെ കുറയ്ക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രേഖ ഇങ്ങനെ വരച്ചെടുക്കാം. ഇതിൻ്റെ ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ബോക്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും അതുപോലെ തന്നെ വരച്ചെടുത്തു. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ഐ ലെവലിനേക്കാളും ഇത് കുറച്ച് മുകളിലാണ്. അതുപോലെ തന്നെ താഴേക്ക് പോകുന്ന പെർസ്പെക്റ്റീവ് ഇങ്ങനെയായിരിക്കും എൻ്റെ ലൈൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ ഒരു സെൻട്രൈസ്ഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടെ ഒരു ഫോർഗ്രൗണ്ടിലേക്ക് കയറി നിൽക്കുന്ന ഒരു ബോക്സ് വീണ്ടും നമ്മൾ ആദ്യം ഐ ലെവൽ ലൈൻ വരയ്ക്കുക, മാർക്ക് ചെയ്യുക, വാനിഷിംഗ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫോം വരച്ചെടുക്കുക. ഇത് തന്നെ നമുക്ക് ഗോളാകൃതിയിൽ വരയ്ക്കാം, റെക്ടാങ്കിൾ ഷേപ്പ് വരയ്ക്കാം, ട്രയാങ്കുലർ ഷേപ്പിൽ വരയ്ക്കാം. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഡ്രോയിങ്. ഇത്തരം സ്ക്വയറുകൾ നമുക്ക് വരച്ചെടുത്ത് കഴിഞ്ഞാൽ വീടുകളൊക്കെ വരയ്ക്കാനൊക്കെ ആയിട്ട്, പെർസ്പെക്റ്റീവായിട്ട് നമുക്ക് വീടുകളൊക്കെ വരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എക്സസൈസ് ഡ്രോയിങ് ചെയ്ത് പഠിക്കാം.
ഈ മെത്തേഡിലാണ് നമ്മൾ സാധാരണയായിട്ട് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ഒരു തരത്തിലുള്ള എക്സസൈസാണ്. ഇതുപോലെ നിങ്ങൾക്ക് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. അങ്ങനെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആർട്ട് പ്രാക്ടീസ് വളരെയധികം മെച്ചപ്പെടും. പെർസ്പെക്റ്റീവ് ആർട്ട് പ്രാക്ടീസ് വീഡിയോ ആദ്യത്തെ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങളുടെ കലാ പ്രാക്ടീസിൽ ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് Artolog videos.